സ്ഥാനാർത്ഥി നിർണയത്തിനായി ദില്ലിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ തർക്കം കെ ബാബു, അടൂർ പ്രകാശ്, കെ സി ജോസഫ് എന്നിവരെ മത്സരിപ്പിക്കാനാകില്ലെന്ന് വി.എം. സുധീരൻ. അതൃപ്തി വ്യക്തമാക്കി ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി കേരള ഹൌസിലേക്ക് മടങ്ങി. എ ഗ്രൂപ്പ് നേതാക്കളുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി. 31-ന് വീണ്ടും ചേരും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായി തന്നെ തുടരുകയാണോ? ആർക്കാണ് എതിർപ്പ്? മറ്റു വിവരങ്ങൾ. മല്ലികാർജ്ജുന ഖാർഗെ അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നാടകീയ സംഭവങ്ങളാണ് ഇന്ന് അരങ്ങേറിയത്. കെ ബാബു, കെ സി ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരുടെ സീറ്റ് നൽകുന്നതിന് സുധീരൻ ശക്തമായി തന്നെ എതിർത്തു. കൂടാതെ ഇവർക്ക് പകരം മറ്റു പേരുകളും അദ്ദേഹം നിർദ്ദേശിച്ചു. തൃപ്പൂണിത്തുറയിൽ വേണുഗോപാല്, ഇരിക്കൂറിൽ സതീശൻ പാച്ചേനി, കോന്നിയിൽ മോഹൻരാജ് എന്നീ പേരുകളാണ് സുധീരൻ മുന്നോട്ട് വെച്ചത്. കൂടാതെ തൃക്കാക്കരയിൽ ബെന്നി ബെഹനാനെ മാറ്റി പി തോമസിനെ നിർത്തണമെന്നൊരു നിർദ്ദേശവും KPCC അധ്യക്ഷൻ വെച്ചിട്ടുണ്ടായി. പക്ഷെ ഇവർക്ക് സീറ്റ് നൽകാത്തതിന് ഉമ്മൻചാണ്ടി ശക്തമായി എതിർത്തു. നിലപാടിൽ മാറ്റം വരുത്താൻ സുധീരനും തയ്യാറായില്ല. ഇതോടുകൂടി ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് യോഗസ്ഥലത്ത് നിന്ന് ഉമ്മൻചാണ്ടി കേരള ഹൌസിലേക്ക് മടങ്ങി. കേരള ഹൌസിലെത്തിയ ഉമ്മൻചാണ്ടി ആകട്ടെ പ്രാദേശിക നേതാക്കളെയൊക്കെ മാറ്റി എ ഗ്രൂപ്പ് നേതാക്കളായ ബെന്നി ബെഹനാൻ, എം ഹസൻ എന്നിവരുമായി അടച്ചിട്ട മുറിയിൽ അരമണിക്കൂറോളം ചർച്ച നടത്തി. ഉമ്മൻചാണ്ടി പോയതിനു ശേഷവും അരമണിക്കൂറോളം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തുടർന്നു. അതിനുശേഷം ഒരു അന്തിമ ധാരണയിലെത്താതെ പിരിഞ്ഞു. യോഗം ഒരു ദിവസം കൂടി നീട്ടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റന്നാൾ വീണ്ടും സമിതി ചേരും. പാറശാലയിലും തർക്കമുണ്ട്. കൂടാതെ കൊല്ലം, കൊയിലാണ്ടി, നിലമ്പൂർ മണ്ഡലങ്ങളിലും തർക്കം അതിരൂക്ഷമായിരിക്കും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം 2 ദിവസം ചേർന്ന യോഗത്തിലായി ആകെ 30 സിറ്റിംഗ് MLA-മാരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമേ ഒരു ഏകദേശ ധാരണയിലെങ്കിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇനിയും മറ്റന്നാൾ യോഗം ചേർന്ന് പാനൽ തയ്യാറാക്കി അത് തെരഞ്ഞെടുപ്പ് സമിതി കൈമാറി തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ തീരുമാനത്തിലെത്തണം. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വളരെ വൈകുകയും. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. LDF അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസും BJPയും ഒത്തുകളിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് മധ്യവർത്തിയായത് വെള്ളാപ്പള്ളി നടേശനാണെന്നും അതിനായാണ് BDJS രൂപീകരിച്ചതെന്നും കോടിയേരി പറഞ്ഞു. തിരുവനന്തപുരത്ത് കാട്ടായിക്കോണം V. ശ്രീധർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസും BJPയും ഒത്തുകളിക്കുകയാണ്. RSSും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ഒരു അച്ചുതണ്ടായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. RSSും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയ ഈ കൂട്ടുകെട്ടിന്റെ മധ്യവർത്തി വെള്ളാപ്പള്ളി നടേശനാണ്, BDJS ആണ്. BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ മറയിടാൻ വേണ്ടിയിട്ടാണ്. CPI സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായി. C. ദിവാകരൻ ഉൾപ്പെടെ 2 വട്ടം പൂർത്തിയാക്കിയ 6 പേർക്ക് വീണ്ടും മത്സരിക്കാൻ സംസ്ഥാന കൌൺസിൽ അംഗീകാരം നൽകി. നിലവിൽ കയ്പമംഗലം MLA ആയ VS സുനിൽകുമാർ തൃശൂരിൽ മത്സരിക്കും. പട്ടാമ്പിയിൽ JNU വിദ്യാർത്ഥി നേതാവ് മുഹമ്മദ് മുഹസിൻ സ്ഥാനാർത്ഥിയാവും. മഞ്ചേരി സീറ്റിൽ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും. 2 ടൈം പൂർത്തിയാക്കിയ C. ദിവാകരൻ ഉൾപ്പെടെ 6 പേർക്ക് മത്സരിക്കാൻ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൌൺസിലും ഇളവ് നൽകി. മുല്ലക്കര രത്നാകരൻ, VS സുനിൽകുമാർ, ES ബിജിമോൾ, K. രാജു, P. തിലോത്തമൻ എന്നിവരാണ് ഇളവ് ലഭിച്ച മറ്റ് 5 പേർ. വൈക്കം MLA-ക്ക് അജിത്തിന് ഇളവ് നൽകേണ്ടതില്ലെന്നും തീരുമാനിച്ചു. അജിത്തിന് പകരം CK ആശ വൈക്കത്ത് മത്സരിക്കും. C. ദിവാകരൻ നെടുമങ്ങാട് മത്സരിക്കും. VS സുനിൽകുമാർ കയ്പമംഗലത്തിന് പകരം ഇക്കുറി തൃശൂരാകും അംഗത്തിനിറങ്ങുക. കയ്പമംഗലത്ത് ടൈസൺ മാസ്റ്ററും മത്സരിക്കും. JNU നേതാവ് മുഹമ്മദ് മുഹസീൻ ആണ് പട്ടാമ്പിയിൽ മത്സരരംഗത്ത് ഇറങ്ങുക. പറവൂരിൽ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹനാണ് സ്ഥാനാർത്ഥി. മഞ്ചേരി സീറ്റിൽ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നല്ല സ്ഥാനാർത്ഥികളെ സഭാ നേതൃത്വം പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ലെന്ന് PC ജോസഫ്. സീറ്റ് ലഭിക്കാത്തതിന്റെ വിഭ്രാന്തിയിലാണ് PC ജോർജ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ PC ജോർജിന്റെ ജനപിന്തുണ വ്യക്തമാകുമെന്നും PC ജോസഫ് പറഞ്ഞു. ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന ഒരു വെപ്രാളം എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾക്ക് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നല്ല സ്ഥാനാർത്ഥികളെ മതമേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായ പ്രക്രിയയല്ലേ. അതിനകത്ത് എന്താ പ്രാധാന്യം? ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്ന ജനതയുടെ ഒരു അളവ് ജോർജിന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യപ്പെടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ജോർജ് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ഒരു വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെട്ട് കഴിയുമ്പോൾ വ്യക്തികൾ വളരെ അപ്രധാനമാകുമെന്നും
മുന്നണികൾ അതിൻ്റെ മുൻനിരയിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മറ്റന്നാൾ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കോടതി ഹരീഷ് റാവത്ത് സർക്കാരിന് അനുമതി നൽകി. സ്പീക്കർ സസ്പെൻഡ് ചെയ്ത 9 വിമത MLA-മാർക്കും വിശ്വാസ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കും. ബിജെപിക്ക് കനത്ത തിരിച്ചടിയും കോൺഗ്രസിന് ആശ്വാസവും നൽകുന്ന വിധിയാണ് നൈനിറ്റാൽ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. കേന്ദ്ര സർക്കാർ ശുപാർശ പ്രകാരം ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഉത്തരവ് മരവിപ്പിച്ച കോടതി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. സ്പീക്കർ അയോഗ്യരാക്കിയ 9 കോൺഗ്രസ് വിമത MLA-മാർക്കും വിശ്വാസ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാം. എന്നാൽ ഇവരുടെ ബാലറ്റ് പേപ്പറുകൾ പ്രത്യേകം സൂക്ഷിച്ചുവെക്കും. വിശ്വാസ വോട്ടെടുപ്പ് ഫലം ഉടൻ പ്രഖ്യാപിക്കാതെ ബാലറ്റ് പേപ്പറുകൾ മുദ്രവെച്ച കവറിൽ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും. വിശ്വാസ വോട്ടെടുപ്പിന് ഹൈക്കോടതി നിരീക്ഷകനെ അയക്കും. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഉത്തരവിനെതിരെ മുഖ്യമന്ത്രി ഹരീഷ് റാവത്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് കോടതിയിൽ ഹാജരായി. ഹൈക്കോടതി നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. 9 കോൺഗ്രസ് MLA-മാർ വിമത ശബ്ദമുയർത്തി ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഉത്തരാഖണ്ഡിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു. ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഗവർണർ നൽകിയ റിപ്പോർട്ടും കേന്ദ്ര സർക്കാർ ശുപാർശയും പരിഗണിച്ച് ഞായറാഴ്ചയാണ് രാഷ്ട്രപതി ഭരണത്തിന് ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ പയ്യപ്പള്ളി ബാലൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം ഏലൂരിലെ വീട്ടിലും ഉദ്യോഗ് മണ്ഡൽ SES മേനോൻ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. പയ്യപ്പള്ളി ബാലന്റെ നിര്യാണത്തിൽ പൂക്കാസ ജനറൽ സെക്രട്ടറി പ്രൊഫസർ VN മുരളി, അബുദാബി ശക്തി അവാർഡ് കമ്മിറ്റി കൺവീനർ AK മൂസ എന്നിവർ അനുശോചിച്ചു. മഞ്ഞുമ്മൽ പയ്യപ്പള്ളി പാപ്പിയമ്മയുടെയും നാവുള്ളി കൂടാനക്കാട് ഇരവിരാമൻ പിള്ളയുടെയും മകനായി 1925 ജൂൺ 1 ബാലകൃഷ്ണപിള്ള എന്ന പയ്യപ്പള്ളി ബാലൻ ജനിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ 13-ാം വയസ്സിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭത്തിന് പിന്തുണയർപ്പിച്ചാണ് അദ്ദേഹം പൊതുരംഗത്തെത്തിയത്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലും പങ്കാളിയായി. പിന്നീട് ഫാക്ടിൽ ജോലി ചെയ്യവെയാണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അറസ്റ്റിലായത്. ഈ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് 7 വർഷത്തിലധികം ജയിൽവാസം അനുഭവിച്ചു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലുവ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കൌൺസിൽ അംഗം, CPIM ജില്ലാ കമ്മിറ്റി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലേക്കും അദ്ദേഹം ഉയർന്നു. 1965 കേന്ദ്ര കോൺഗ്രസ് സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് വേട്ടയിലും അടിയന്തരാവസ്ഥയിലും തടവിലാക്കപ്പെട്ട പയ്യപ്പള്ളി ബാലൻ തടവറയിൽ നിഷ്ഠൂര പീഡനത്തിനും പുറത്തെ രാഷ്ട്രീയ എതിരാളികളുടെ ക്രൂരമർദ്ദനത്തിനും ഇരയായിട്ടുണ്ട്. CPIM നേതാവ് MM ലോറൻസ്. പാർട്ടിയെ ആശയപരമായിട്ടോ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ ആക്രമിച്ചാൽ അതിന് നല്ല മറുപടി കൊടുക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു പയ്യപ്പള്ളി ബാലൻ. ഇടപ്പള്ളി സംഭവം വിവരിച്ച ആലുവ പുഴ പിന്നെയും ഒഴുകി, ആലുവ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ആദ്യനാളുകൾ, മായാത്ത സ്മരണകൾ, മങ്ങാത്ത മുഖങ്ങൾ, പാലിയം സമരകഥ, പൊരുതി വീണവർ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മായാത്ത സ്മരണകളുടെ 2ാം ഭാഗവും ആത്മകഥാംശമുള്ള ജ്ഞാനസ്നാനം എന്ന നോവലും പ്രകാശനം ചെയ്യാനിരിക്കെയാണ് ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനവരുടെ വിടവാങ്ങൽ. പയ്യപ്പള്ളി ബാലന്റെ മൃതദേഹം ഏലൂരിലെ വീട്ടിലും ഉദ്യോഗമണ്ഡൽ SES മേനോൻ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭക്ഷ്യക്ഷാമവും വനവൽക്കരണവും മറന്ന് സർക്കാർ ഭൂമി പതിച്ചു നൽകരുതെന്ന് ഹൈക്കോടതി. കച്ചവട താൽപര്യങ്ങൾ കണക്കിലെടുത്ത് ഭൂമി പതിച്ചു നൽകാവുന്നതാവരുത് സർക്കാർ നയമെന്നും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പൊതു താൽപര്യങ്ങളും കണക്കിലെടുത്താകണം ഇക്കാര്യത്തിൽ സർക്കാർ നയമെന്ന് ജസ്റ്റിസ് A മുഹമ്മദ് മുസ്താഖ് വ്യക്തമാക്കി. കാർഷികാവശ്യങ്ങൾക്കായി പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ കരിങ്കൽ ഖനനത്തിന് അനുമതി നൽകാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകി സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി നടപടി. കാർഷിക ഭൂമിയിൽ ഖനന പ്രവർത്തനത്തിന് അനുമതി നൽകുന്നത് പൊതു താൽപര്യത്തിന് യോജിച്ചതാണോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കണം. കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഭൂപതിപ്പ് നിയമം ലക്ഷ്യം വെക്കുന്നത്. ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വ്യവസ്ഥ തന്നെ കൃഷി ഉദ്ദേശം വെച്ചാണ്. സർക്കാരിന്റെ നയം തീരുമാനിക്കാൻ കോടതിക്ക് കഴിയില്ലെങ്കിലും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കോടതിക്ക് അവകാശമുണ്ട്. പാട്ടഭൂമിയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കും
ക്വാറി ക്രഷർ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും അനുമതി നൽകുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകി സർക്കാർ കഴിഞ്ഞ വർഷം നവംബർ 11-ന് പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി നടപടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കരുണ എസ്റ്റേറ്റിന് കരമൊടുക്കാൻ പോപ്സ് ഗ്രൂപ്പിന് വേണ്ടി സർക്കാർ നടത്തിയ കള്ളക്കളി പുറത്ത്. പോപ്സിൽ നിന്ന് നികുതി സ്വീകരിക്കരുതെന്ന സർക്കാർ അഭിഭാഷക സുശീല ആർ ഭട്ടിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം എടുത്തത്. അഭിഭാഷകയുടെ എതിർപ്പ് സൂചിപ്പിച്ച് റവന്യൂ സെക്രട്ടറി എജിക്ക് അയച്ച കത്ത് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കരുണ എസ്റ്റേറ്റിൽ നിന്ന് നികുതി സ്വീകരിക്കാനുള്ള തീരുമാനം വിവാദമായപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വിശദീകരണവുമായി രംഗത്തു വന്നിരുന്നു. സർക്കാർ അഭിഭാഷകയായ സുശീല ആർ ഭട്ട് അനുകൂല നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലായിരുന്നു തീരുമാനമെന്നായിരുന്നു വിശദീകരണം. സ്പെഷ്യൽ GP-യുമായിട്ടും സംസാരിച്ചു. അപ്പം അവരുടെ അഭിപ്രായത്തിൽ ഈ കോടതിയുടെ തീരുമാനം കൂടെ വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ സാഹചര്യം അതുകൊണ്ട് എല്ലാ കാര്യം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഇത് ഇങ്ങനെ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണം തെറ്റാണെന്ന് റവന്യൂ സെക്രട്ടറി അഡ്വക്കേറ്റ് ജനറൽ അയച്ച കത്തിൽ നിന്ന് വ്യക്തം. സർക്കാർ അഭിഭാഷക നികുതി സ്വീകരിക്കുന്നതിൽ കടുത്ത എതിർപ്പ് പുലർത്തുന്നതായി കത്തിൽ പറയുന്നു. ഈ എതിർപ്പ് മറികടക്കാനാണ് AGയിൽ നിന്ന് നിയമോപദേശം തേടിയതെന്നും കത്തിൽ നിന്ന് വ്യക്തം. നികുതി സ്വീകരിക്കുന്നത് നിയമപരമായി തെറ്റാണെന്ന് റവന്യൂ വകുപ്പ് കരുതുന്നില്ല. അതുകൊണ്ട് അനുകൂല നിയമോപദേശം വേണമെന്നാണ് റവന്യൂ സെക്രട്ടറിയുടെ കത്തിൽ പറയുന്നത്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ കരുണ എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് റവന്യൂ വകുപ്പ് നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിനു വിരുദ്ധമായി കരുണ സ്വകാര്യ ഭൂമിയാണെന്ന നിലപാടാണ് AGക്ക് അയച്ച കത്തിൽ റവന്യൂ സെക്രട്ടറി സ്വീകരിക്കുന്നത്. സർക്കാർ അഭിഭാഷക അനുകൂല സമീപനം പുലർത്തിയെന്ന മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശവും കരുണ സ്വകാര്യ ഭൂമിയാണെന്ന റവന്യൂ സെക്രട്ടറിയുടെ കത്തും പോപ്സിൽ നിന്ന് നികുതി സ്വീകരിക്കാനുള്ള സർക്കാർ താൽപര്യം വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നിയിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പശ്ചിമഘട്ട സംരക്ഷണ സമിതി രംഗത്ത്. അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്ന് കാണിച്ച് ഇവർ KPCC പ്രസിഡന്റിന് കത്തയച്ചു. അടൂർ പ്രകാശിനെ മത്സരിപ്പിച്ചാൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ഇവർ വ്യക്തമാക്കി. ഭൂമിദാന വിഷയത്തിലും റേഷൻ ഷോപ്പ് അനുവദിച്ചതിലും അഴിമതി ആരോപണ വിധേയനായ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ടാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് VM സുധീറിന് കത്തയച്ചത്. വിജിലൻസ് കേസിലെ പ്രതിയും ഭൂമിദാന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനുമായ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുത്. അടൂർ പ്രകാശ് കോന്നിയിൽ നടത്തിയെന്ന് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ അഴിമതി മറച്ചുവെക്കാനാണെന്നും ഇവർ ആരോപിച്ചു. കേരളത്തിലെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായതും അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവിധ പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിന് കോന്നി മണ്ഡലത്തിൽ ഇനിയും ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് എന്നുള്ളതാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ആവശ്യം. പ്രത്യേകിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം അഴിമതി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി അഴിമതിയെ മറയ്ക്കാനാണ് മുഖ്യമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മുഖ്യമായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയം. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകരെ ഒരുമിപ്പിച്ച് അടൂർ പ്രകാശിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും പശ്ചിമഘട്ട സംരക്ഷണ സമിതി പ്രവർത്തകർ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പൂഞ്ഞാറിൽ ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് PC ജോർജ്. LDF തന്നെ ചതിച്ചെന്നും PC ജോർജ് പറഞ്ഞു. പൂഞ്ഞാറിൽ LDFന്റേത് പേയ്മെന്റ് ഡിസിഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 വർഷത്തേക്കാണ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ആ 5 വർഷവും ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അതേ നിലയിൽ പോകും. രാഷ്ട്രീയ തീരുമാനം എന്തെടുത്താലും 5 വർഷത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കില്ല. അതേപടി ഇതേ ഇപ്പൊ പോകുന്നപോലെ പോകാം. PC ജോർജിന് EP ജയരാജന്റെ മറുപടി. പണം കൊടുത്ത് സീറ്റ് വാങ്ങുന്നവർക്കേ ആ ചിന്ത ഉണ്ടാകൂ എന്ന് EP ജയരാജൻ പറഞ്ഞു. CPIM-നെ കുറിച്ച് ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നും EP ജയരാജൻ വ്യക്തമാക്കി. ഇത്തരമൊരു ആരോപണം ഇടതുപക്ഷ മുന്നണിയെ കുറിച്ച് ഉന്നയിക്കാൻ കഴിയുമോ? CPM-നെ കുറിച്ച് ഉന്നയിക്കാൻ കഴിയുമോ? CPM പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പേയ്മെന്റ് സീറ്റും പേയ്മെന്റും കൂടെ നടന്നിട്ടുള്ളവർക്ക് അതേ ചിന്തയുണ്ടാകും. പണം കൊടുത്ത് സീറ്റ് വാങ്ങി നടന്നവരും പണം കൊടുത്ത് സീറ്റ് വാങ്ങാൻ നടക്കുന്നവർക്കും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായേക്കാം. CPM-നെ കുറിച്ച് അറിയുന്നവർക്കറിയാം, പേയ്മെന്റ് 10 കിലോമീറ്റർ അകലത്തായിരിക്കും. CPM-ന്റെ അടുത്ത് വന്നാൽ ധൈര്യപ്പെട്ട ആരും CPM-ന്റെ അടുത്ത് അതും കൊണ്ട് വരില്ല. അവരൊന്നും നമ്മളിപ്പോൾ കുത്തി വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷം മുന്നണി വരട്ടെ. കടുത്തുരുത്തി സീറ്റിനെ ചൊല്ലി സ്കറിയ തോമസും സുരേന്ദ്രൻ പിള്ളയും തമ്മിലുണ്ടായ തെറ്റിദ്ധാരണകൾ പരിഹരിച്ചു.
സീറ്റ് കിട്ടിയില്ലെങ്കിലും LDF-നൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് സുരേന്ദ്രൻപിള്ള വ്യക്തമാക്കി. കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗത്തിന് നൽകിയ കടുത്തുരുത്തി സീറ്റിൽ വിജയസാധ്യതയില്ലെന്ന് സുരേന്ദ്രൻപിള്ള പറഞ്ഞതായുള്ള വാർത്തകൾ സജീവമായിരുന്നു. ഇതോടെ സുരേന്ദ്രൻപിള്ളയ്ക്കെതിരെയുള്ള വിമർശനങ്ങളുമായി കറിയ തോമസ് രംഗത്തെത്തി. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആരെങ്കിലും മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിൽ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശത്തോടുകൂടി ചെയ്തതായിരിക്കാം. തെറ്റിദ്ധാരണ മൂലമാണ് കറിയ തോമസിന്റെ പ്രസ്താവനയെന്നും താൻ പറയാത്ത കാര്യങ്ങളാണ് തന്റെ പേരിൽ പ്രചരിക്കുന്നതെന്നും സുരേന്ദ്രൻപിള്ള പ്രതികരിച്ചു. കറിയ തോമസിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് വല്ലവരും പറയുന്നത് കേട്ടുകൊണ്ട് പ്രതികരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞത് 3 സീറ്റ് ഉള്ളത് 2 എടുക്കുമ്പോൾ ഷുവർ സീറ്റായിട്ടുള്ള 1 തരുന്നാൽ കുറച്ചുകൂടെ സന്തോഷം പാർട്ടിക്കാർക്കുണ്ടാകുമായിരുന്നു. സുരേന്ദ്രൻപിള്ളയുടെ വിശദീകരണത്തിൽ തൃപ്തനായ കറിയ തോമസ് പാർട്ടി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്. കണ്ണൂർ ധർമ്മടത്ത് പിണറായി വിജയന് വൻ സ്വീകരണം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പിണറായിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. ചീഫ് സെക്രട്ടറി പോലും വിമർശിച്ച ഭരണമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് പ്രൗഢഗംഭീരമായ വരവേൽപ്പാണ് ധർമ്മടം മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും നൽകിയത്. പുലർച്ചെ മുതൽ പ്രിയ നേതാവിനെ സ്വീകരിക്കാൻ ചുവപ്പ് വളണ്ടിയർമാരും ഇടതുമുന്നണി പ്രവർത്തകരും നേതാക്കളും റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വൻ മുന്നേറ്റം ഇടതുമുന്നണി നേടുമെന്നും ചീഫ് സെക്രട്ടറി പോലും അവസാനം വിമർശിക്കേണ്ടി വന്ന UDF ഭരണത്തെ ജനങ്ങൾ തൂത്തെറിയുമെന്നും വർഗീയതയെ നിലംതൊടാൻ കേരള ജനത അനുവദിക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പൊ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു, മത്സരിക്കുന്നു. അതിന് വേറെ പ്രത്യേകിച്ച് തോന്നേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷം ഉണ്ടാക്കാൻ പോകുന്നത്. മാത്രമല്ല, നിലവിലുള്ള ഭരണത്തെക്കുറിച്ച് കടുത്ത അസംതൃപ്തി വ്യാപകമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഭരണം വിട്ടൊഴിയാൻ പോകുന്ന ഘട്ടത്തിൽ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിക്ക് പോലും വിമർശനാത്മകമായി സംസാരിക്കേണ്ടി വന്ന ഒരു അതിശയകരമായ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം പുതിയ ഇടം തേടാൻ നോക്കുന്ന വർഗീയതയെ കേരള മണ്ണിൽ ഇടം കൊടുക്കില്ല എന്ന വാശിയിലാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്. 5-ന് പ്രകടന പത്രിക അവതരിപ്പിക്കുമെന്നും പിണറായി പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ചയ്ക്ക് ശേഷം ആദ്യമായി സ്വന്തം മണ്ണിലെത്തുന്ന തങ്ങളുടെ ശക്തനായ നേതാവിന് വൻ സ്വീകരണമാണ് തലശ്ശേരിയിൽ ഒരുക്കിയത്. പിണറായി വിജയനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.